എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായും ഇരിക്കുന്നല്ലോ. ഐശ്വര്യത്തിൻ്റെയും സമാധാന സമൃദ്ധിയുടെയും ഒക്കെ നാളുകളായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഉപ്പുമാവിനെ വെല്ലുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇതെന്താണെന്ന് എല്ലാവർക്കും ഒരു സംശയം കാണും. വീഡിയോ മുഴുവനായും കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണെന്ന് പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് കുറച്ച് പരിഞ്ഞിൽ കിട്ടി, മീനിൻ്റെ പരിഞ്ഞിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും പല പേരിലാണ് ഇതറിയപ്പെടുന്നത്. മീൻ മുട്ടയെന്നും അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നു. എന്നാൽ പിന്നെ ഇന്ന് ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് കണ്ടു. കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിച്ചെടുത്തപ്പോൾ ഏകദേശം 2 കപ്പോളവും പരിഞ്ഞിലുണ്ടായിരുന്നു. ഇനിയും അടുപ്പത്തേക്ക് ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്തു. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുകും അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇടുമ്പോൾ കുറച്ച് ദൂരം മാറി ഇടുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2-3 വറ്റൽമുളക്, അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, 5-6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയായിട്ട് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇത്രയും പരിഞ്ഞിലുള്ളത് കൊണ്ട് 2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കൊന്ന് വഴച്ചെടുക്കാം. മുളക് പൊടി ചേർത്ത് വെക്കുന്ന സമയത്ത് തീ വളരെ കുറച്ച് മാത്രമേ വെക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ചൂടായ എണ്ണയിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് മൂത്ത് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഒട്ടും താമസിയാതെ തന്നെ പരിഞ്ഞിലും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയ ശേഷം ഞാൻ അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. പരിഞ്ഞിലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. വളരെ കുറഞ്ഞ സമയം മാത്രം മതി. പരിഞ്ഞിൽ കിട്ടുമ്പോൾ തീർച്ചയായും ചെയ്ത് നോക്കണം ഈ ഒരു റെസിപ്പിയെ. ഇപ്പം വെന്ത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാനിൽ തന്നെ വെച്ച് ഇതിനെ ഒന്ന് ചെറുതായി പൊടിച്ചെടുക്കാം. ഞാനിപ്പം ഏകദേശം പരിഞ്ഞിലെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ചുകൂടെ കൂട്ടി വെക്കണം. ഞാൻ 2 സവാളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറുതായി അരിഞ്ഞെടുത്ത സവാള ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതായി യോജിപ്പിച്ചെടുക്കുക. സവാളയെല്ലാം നല്ലതായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞില്ല, പരിഞ്ഞിലിനകത്ത് മിക്കവാറും വെള്ളത്തിൻ്റെ കണ്ടൻ്റൊക്കെ കാണും. അപ്പോൾ അതൊക്കെ മാറണം. ഇനിയും ഇതിലേക്ക് ഞാൻ ഏകദേശം 3/4 കപ്പോളം തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കണേ. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതായി വീണ്ടും ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേന് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1-2 വറ്റൽമുളക് പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതായി ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനിൻ്റെ പരിഞ്ഞിൽ റെസിപ്പിയാണ് കേട്ടോ. ഉപ്പുമാവിനെ പോലും തോൽപ്പിക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.